ഹലോ സുഹൃത്തുക്കളെ, ഇത് തിരുവനന്തപുരം ഇടപ്പഴിഞ്ഞി മാർക്കറ്റിൻ്റെ മൊത്ത വ്യാപാര ഏരിയയാണ്. മത്സ്യത്തിൻ്റെ മൊത്ത വ്യാപാരം ആണ് ഇവിടെ നടക്കുന്നത്. ഇതൊരു ചെറിയ വീഡിയോ ആണ്. അതിരാവിലെ 5 മണിക്ക് എടുത്ത ഒരു വീഡിയോ ആണ്. ഇവിടെ നിന്നും മത്സ്യങ്ങൾ വാങ്ങിക്കൊണ്ട് ആൾക്കാർ വിവിധ പ്രദേശങ്ങളിൽ പോകുന്നു. ഇത് മൊത്തമായി കച്ചവടം നടക്കുന്ന ഒരു മാർക്കറ്റാണ്. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആണ് ഇവിടെ മത്സ്യത്തിൻ്റെ ലോഡുകൾ വരുന്നത്. ഓരോ കുട്ട അനുസരിച്ച് ആണ് ഇവിടെ ലേലം പോകുന്നത്. ഓരോന്നിനും ഇത്ര വില നിശ്ചയിച്ച് ലേലം ചെയ്യുന്നു. അതീവ തണുപ്പാണ് ഇവിടെ. ഈ ക്യാബിനെല്ലാം തുറന്നു കഴിഞ്ഞാൽ കാശ്മീർ നിൽക്കും പോലെ ഉള്ള ഒരു അനുഭവമാണ്. അപ്പോൾ ചോദിക്കും, കാശ്മീരിൽ പോയിട്ടുണ്ട്? ഇല്ല. പല ഇതിലും തണുപ്പിനെ പറ്റി കേട്ടു അറിഞ്ഞും ഉള്ള ഒരു അനുഭവം കൊണ്ട് പറയുകയാണ്. നിങ്ങൾക്കും രാവിലെ വന്നാൽ ഇവിടെ നിന്നും ചില്ലറ വിലയ്ക്ക് ലാഭകരമായി മീൻ വാങ്ങാവുന്നതാണ്. ഇവിടെ തൊഴിലാളി യൂണിയനുകളാണ് മീൻ ഇറക്കുന്നത്. അവർക്ക് ഇവിടെ നിന്നും നല്ലൊരു ജോലിയും വരുമാനവും ലഭിക്കുന്നു. ഇഷ്ടംപോലെ മത്സ്യങ്ങളുടെ വെറൈറ്റി തന്നെ കിട്ടുന്നുണ്ട്. ചൂര, അയില, കണവ, കണ്ണൻകുഴിയാള, എന്നീ മത്സ്യങ്ങളും നെന്മീൻ, മീനുകളുടെ രാജാവായ നെന്മീൻ എല്ലാം കിട്ടുന്നുണ്ട് ഇവിടെ നിന്നും. ഇത് വളരെ വെളുപ്പിനെ ചിത്രീകരിച്ചതുകൊണ്ട് കാഴ്ചയ്ക്ക് ഒരു ഭംഗി കുറവായി തോന്നും. ഇരുട്ടായിരുന്നു, കുറച്ച് ഭാഗത്ത് മാത്രമേ വെളിച്ചമുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഇവിടെ നിന്നും ഒരു സബ്സ്ക്രിപ്ഷനും പല സ്ഥലങ്ങളിലേക്കും ചെറിയ മാർക്കറ്റിലേക്കും എല്ലാവർക്കും റോഡ് സൈഡിൽ നിന്ന് വിൽക്കുന്നവരും ഇത് വാങ്ങിയിട്ട് പോകുന്നു. മൊത്ത കച്ചവടക്കാരിൽ നിന്നും വാങ്ങി ചില്ലറ വിൽപ്പന നടത്തുന്ന ആൾക്കാരാണ് ഇത് കൂടുതലും ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. വളരെ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സാണ് ഈ ഇവിടെ നിന്നും വാങ്ങിക്കൊണ്ടുപോകുന്ന മീൻ വ്യാപാരത്തിലൂടെ. അനേകം ആൾക്കാർ ഇതൊരു ഉപജീവന മാർഗമാക്കി ജീവിക്കുന്നുണ്ട്. അവർക്ക് ഇത് നല്ല രീതിയിലുള്ള ഒരു വരുമാനം ലഭിക്കുന്നുണ്ട്. സ്ത്രീകളും വന്ന് ഈ മീൻ കച്ചവടം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കുട്ടക്കണക്കിനാണ് പോകുന്നത്. ഈ കാണുന്ന ഒരു കുട്ട മീൻ 7000 രൂപയ്ക്കാണ് അവർ വാങ്ങിയിട്ട് പോകുന്നത്. ഇത് കണ്ണൻകുഴിയാള എന്നൊരു മീനാണ്. ഇവിടെയുള്ള യൂണിയനിലെ ആൾക്കാരെല്ലാം നല്ല രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു. അവർ പല കാര്യങ്ങളും തിരക്കി. ചിത്രീകരണത്തിൻ്റെ നല്ല രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളാണ്. നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്. ആരും തന്നെ വീഡിയോ എടുക്കുന്നില്ല, എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ല. നല്ലൊരു അനുഭവമായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രിപ്ഷനും നൽകി സഹായിക്കണം. താങ്ക് യു.